ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗൈനോളജി മിഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട് നോട്ട്സ് വിഭാഗത്തിൽ ഭരണഘടനയിലെ 2 ഭേദഗതികൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ 2 ഭേദഗതികൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ന് 2 ഭേദഗതികളാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് 2004-ലെ 91-ാം ഭേദഗതി. 2004-ലെ 91-ാം ഭേദഗതി. ഇതിൽ പറയുന്നത് കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം ലോകസഭയിലെ അംഗങ്ങളുടെ 15%, സംസ്ഥാന മന്ത്രിസഭകളിലെ അംഗസംഖ്യ നിയമസഭാ അംഗങ്ങളുടെ 15% നിജപ്പെടുത്തി. എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങൾ എത്രയായിരിക്കണം? ലോകസഭയിലെ അംഗങ്ങളുടെ 15% ആയിരിക്കണം. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ എങ്ങനെ ആയിരിക്കണം? നിയമസഭാ അംഗങ്ങളുടെ 15% ആയിരിക്കണം. ഇതാണ് 2004-ലെ 91-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. 2020-ലെ 104-ാം ഭേദഗതി. 2020-ലെ 104-ാം ഭേദഗതി. അതിൽ പറയുന്നത് ലോകസഭ, നിയമസഭ എന്നിവിടങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ സംവരണം ചെയ്തിരുന്ന സീറ്റുകൾ എന്ത് ചെയ്തു? നിർത്തലാക്കി. മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു നോമിനേറ്റഡ് സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? ഈ 104-ാം ഭേദഗതിയിലൂടെ അത് നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഭേദഗതികളാണ് പഠിച്ചത്. 91-ാം ഭേദഗതിയും 104-ാം ഭേദഗതിയും. 91-ാം ഭേദഗതിയിൽ പറയുന്നത് കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളുടെയും സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെയും എന്ത് ചെയ്തു? എണ്ണം 15% നിജപ്പെടുത്തി. 104-ാം ഭേദഗതിയിലൂടെ പറയുന്നത് ആംഗ്ലോ ഇന്ത്യന് സംവരണം ചെയ്തിരുന്ന സീറ്റുകൾ നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ ഈ 2 ഭേദഗതികളും എല്ലാവരും പഠിച്ചെടുക്കാം. താങ്ക്